ഈ വേനൽക്കാലത്ത് നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ പ്ലാൻഡ് ആയിരിക്കും, നമുക്ക് ഇന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓൾറെഡി അവർ പ്ലാൻഡ് ആയിരിക്കും. അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് പഠിച്ച് നല്ല ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവര് എന്താണ്, അവർക്ക് ആ ഒരു ടാർഗറ്റിൽ അല്ലെങ്കിൽ ആ ഒരു എയിമിൽ നിന്ന് അവർ മാറില്ല. കാരണം നമുക്കൊരു എയിം ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്നതാണ് തുടങ്ങേണ്ടത് എന്ന് ഒരു എയിം നമുക്കുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ അവരുടെ കയ്യിലുണ്ടാവും, കുറച്ചുണ്ടാവുള്ളൂ. ചിലപ്പോൾ വലിയ ബിസിനസ് തുടങ്ങാനുള്ള ക്യാഷൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ലായിരിക്കും. ചെറിയ ഒരു ചെറിയൊരു ഫണ്ട് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഫണ്ട് റോൾ ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ കഴിയും. അതിനുള്ള ഒരു സാധ്യത ഉണ്ട്, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ചാൻസ് ഉണ്ട് മുന്നിൽ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സിനെ ചെയ്യാനുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് പിന്നിൽ നടക്കുന്നവരുണ്ടാവും. ചിലർക്ക് ഇതൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ധാരണയും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. കാരണം ഈ ഒരു വേനൽക്കാലത്ത് ഇപ്പം നമ്മൾ ഈ ഫേസ് ചെയ്യാൻ പോകുന്ന ഈ വേനൽക്കാലം, ഓക്കെ, ആ സമ്മതി ചൂട് കാലത്ത് നമ്മൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സാധ്യത, അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ആ ബിസിനസ് എന്നുള്ളത് നോക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഇതുപോലെ നമ്മുടെ ടൗണിൽ, തൃശ്ശൂർ ടൗണിൽ ഒരു കടയിൽ ഇതുപോലെ പോയി. ചെറിയൊരു കട ഉണ്ട്. ചെറിയൊരു കട എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താ പറയുക, നമ്മൾ ഈ സർവത്ത്, അതേപോലെ തന്നെ ലൈം ജ്യൂസ്, ലൈം സോഡ, അല്ലെങ്കിൽ ബോട്ടിൽ ജ്യൂസുകൾ, അല്ലെങ്കിൽ സിഗരറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ടൗണിൽ. സിഗരറ്റ് ആയിരിക്കും മെയിനൊക്കെ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യും, സിഗരറ്റ് കച്ചവടങ്ങൾ, അതേപോലെ തന്നെ ചെറിയ ജ്യൂസുകൾ, സർവത്ത്, സോഡ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്ന ചെറിയ റൂമിൽ ചെയ്യുന്ന ഒരു കട ഞാൻ കടയിൽ ഇന്നലെ പോയപ്പോൾ ഞാൻ അവിടെ ഇന്നലെ കണ്ടു. ഇതുവരെയും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഇതുവരെ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. പുതിയ കമ്പനിയാണ്, പുതിയ ബ്രാൻഡാണ്, പുതിയ ആളുകളായിരിക്കും ഒരു പക്ഷെ. ഒരു പുതിയ ബോട്ടിൽ ഞാനിവിടെ കാണാൻ ഇടയായി. അപ്പോൾ ഞാനത് എടുത്ത് ഞാൻ നോക്കിയിട്ടാണ്. നമുക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ അങ്ങനത്തെ വല്ല സാധ്യതകളും ഐഡിയകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ നമുക്ക് പറ്റുക. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാൻ ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ അത് മോരാണ്. മനസ്സിലായി? ഈ മോരുവെള്ളം എന്നുള്ള സംഭവമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ സ്റ്റൈൽ, ഒരു സാധനം ഒരു ടീം ഇറക്കിയിട്ടുള്ളതാണ്, ഒരു കമ്പനി, പുതിയ കമ്പനിയാണ്. ഒരു വൈറ്റ് കളറിൽ ബോട്ടിൽ, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സാധനമാണ് അത്. പച്ച ക്യാപ്പൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് അത് കാണാൻ കഴിയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് നമ്മുടെ കണ്ണിൽ അത് ഉടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ വൈറ്റിൽ. അവിടെ നിന്ന് പല രീതിയിലുള്ള വേറെ ബോട്ടിൽസും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കൂട്ടത്തിൽ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ കണ്ണിലേക്ക് അത് ക്യാച്ച് ചെയ്തൊരു സംഭവം, നമ്മളെ ഇതിലേക്ക് ക്യാച്ച് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ബോട്ടിലും ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇത് കുടിച്ച് നോക്കിയിട്ടില്ല സത്യത്തിൽ. ഞാൻ വേറെ കുടിച്ചത്, പക്ഷെ ഇതേ കുടിച്ച് നോക്കിയിട്ടില്ല. ഇത് കുടിച്ച് നോക്കണം, എന്താണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ച് വെച്ചാൽ ഇത് ശരിക്കും അവർ എന്താണ് അത് ഇറക്കിയിട്ടുള്ള കമ്പനി ആരാണെന്നുണ്ടെങ്കിലും അവർ നല്ല രീതിയിലാണ് അതിൻ്റെ മൂവ്മെന്റ്സ് നടത്തിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ചൂട് വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കറക്റ്റ് ആ ഒരു മാർക്കറ്റ് നോക്കിയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അത് ഇറക്കിയിട്ടുണ്ടാവും. കാരണം ആ കറക്റ്റ് ടൈമിൽ ആ സാധനം കൊടുത്ത് ലോഞ്ച് ചെയ്തു, അതിനെ മാർക്കറ്റിൽ കൊടുന്ന്. ഇപ്പൊ ഏകദേശം ഈ കാണുന്ന ഷോപ്പിൽ തന്നെ ഏകദേശം ഒരു 100 ബോട്ടിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ,
അതിന്റെ കേസൊന്നും ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ബോട്ടിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നോർമലി ഇതുപോലെ എത്ര കടകളിൽ ഇപ്പോൾ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു കട, ഇപ്പൊ ഇതുപോലെ ഇതുപോലത്തെ ചെറിയ കടകളിൽ തന്നെ ഇതിപ്പോ ഒരു മിനിമം നമ്മളൊരു 100 ബോട്ടിൽ പിടിച്ചു, 100 ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇതുപോലെ ചെറിയതായിട്ടും വലുതായിട്ടുള്ള കടകളിൽ എത്ര കടകളിൽ അവർ വെച്ചിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-കണക്കിന് ബോട്ടിലുകൾ, 10,000-കണക്കിന് കേസുകൾ ഓൾറെഡി അവർ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ളത്, നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത്, ഈ ഒരു വരുന്ന ചൂടുകാലത്ത്, വേനൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചൂടിനെ തണുപ്പിക്കാൻ, ആളുകളൊന്ന് കൂളാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കും. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും, ബോട്ടിൽ ജ്യൂസ് ആയിട്ടും. അതല്ലാതെ നമ്മളിപ്പോൾ ഇപ്പം ഈ മോരിൻ്റെ തന്നെ നമുക്കറിയാലോ, നമുക്ക് നോർമലി ഗ്ലാസ്സിൽ അടിച്ചു കൊടുക്കുന്ന മോരുണ്ട്. പക്ഷെ അതിന് പുറമെ ഇതുപോലത്തെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റിയാണ്, അതൊരു ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അത് മധുരമുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കൂട്ടത്തിൽപ്പെട്ട എന്തെങ്കിലും ഡ്രിങ്ക് ആവാം, അല്ലെങ്കിൽ ഇതുപോലത്തെ മോര് ഗണത്തിൽപ്പെട്ട എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളാവാം, സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ആവാം. ഇതുപോലെ എന്തെങ്കിലും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളിറക്കിയത് അതിൻ്റെ തന്നെ നമുക്ക് വേറെ പേരിട്ട് ഇറക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഈ ഒരു വേനൽക്കാലത്തിനെ തണുപ്പിക്കാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് റാക്കിൽ, അല്ലെങ്കിൽ ഈ ബോട്ടിൽസ് ഇരിക്കുന്ന റാക്കിലേക്ക് കൊടുന്നു വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടെത്തണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊന്ന് മാർക്കറ്റിൽ ഇറങ്ങി നോക്കുക. നമ്മുടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ, ടൗണിലൊന്ന് ഇറങ്ങി നോക്കുക. അവിടെ കടകളിൽ ഏതൊക്കെ തരം ജ്യൂസുകളാണ് ഇരിക്കുന്നത്. ബേക്കറികളിൽ കയറി നോക്കാം. അതുപോലെ സാധാരണ നമ്മളെ പലചരക്ക് കടകളിൽ ഫ്രീസറൊക്കെ വെച്ചിട്ടുണ്ടാവും, അവിടെ കയറി നോക്കാം. സാധാരണ നമുക്ക് ജ്യൂസ് ഷോപ്പിൽ പല രീതിയിലും പല കടകളിലും ഇതുപോലത്തെ ബോട്ടിൽ ജ്യൂസും ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഒന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇതിലേക്ക് നമ്മുടേതായിട്ടുള്ള ഒരു റെസിപ്പിയിൽ, നമ്മുടേതായിട്ടുള്ള ഒരു ടേസ്റ്റിൽ, നമ്മുടേതായിട്ടുള്ള ഒരു കണ്ടെത്തലിൽ നമുക്കൊരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡ്രിങ്ക് നമുക്ക് ഇറക്കാൻ കഴിയണമെന്നുണ്ടല്ലോ, ഗംഭീര വിജയമായിരിക്കും. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ടത്. കാരണം നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ മോര്, മനസ്സിലായില്ലേ? ഇത് ഏകദേശം ഒരൊറ്റ ജില്ല മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലോക്കലിൽ തുടങ്ങിയിട്ടുള്ള കമ്പനി ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ തൃശ്ശൂർ തന്നെ ടൗൺ ബേസ് ചെയ്ത് മാത്രം ചെയ്യേണ്ടതായിരിക്കും, ചിലപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കും, എത്ര ബോട്ടിൽ ഒരു കടയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല കടകളിലായിട്ട് 100-കണക്കിന് കടകളിൽ അവർ ഈ സാധനം കയറ്റിയിട്ടുണ്ടാവും. എത്രത്തോളം സാധനം അവർ സ്റ്റോക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഇതിന് പകരം വെക്കുന്ന, അല്ലെങ്കിൽ ഇതിനും മുകളിൽ വെക്കാൻ കഴിയുന്ന, ഇതുക്കും മേലെ ഇരിക്കാൻ കഴിയുന്ന, ആളുകൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള, കുടിക്കാൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബോട്ടിലും കൂടി മേടിച്ച് കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കോ, അല്ലെങ്കിൽ സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക്സോ എന്തും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പോലെ എനർജി ഡ്രിങ്ക്സ് ആവാം, സാധാ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആവാം, ഇതുപോലെ സ്പൈസി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ വേനലിനെ തണുപ്പിക്കുന്ന രീതിയിൽ, നല്ല ചൂട് സമയത്ത് നമ്മളെ ശരീരത്തിനെ തണുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളാവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് അടിച്ചിറക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സംഭവം ഗംഭീര വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബോട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരിക്കലും എന്തല്ല ഒരു മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയേ അല്ല എന്നുള്ളത് മനസ്സിലാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ പറയാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 4-5 വർഷത്തോളം ഒരു മിനറൽ വാട്ടർ മാനുഫാക്ചറിങ് പ്ലാന്റ് റൺ ചെയ്ത ഒരാളാണ്, വർക്ക് ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ അതിനെ നടത്തിയ ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഓട്ടോമാറ്റിക്കലി ഒരു മെഷീൻ വെച്ചിട്ട് ഒരു ബോട്ടിലിനെ വെള്ളം നിറച്ച് അതിനെ ഫില്ല് ചെയ്ത്, അതിൻ്റെ ക്യാപ്പ് ഫില്ല് ചെയ്ത്, അതിനെ ഓട്ടോമാറ്റിക്കലി വെള്ളം നിറച്ച് സ്റ്റിക്കറൊക്കെ ചെയ്ത് അതിനെ പ്രിന്റ് ചെയ്ത് പുറത്ത് വരുന്ന ഒരു ബോട്ടിലിൻ്റെ രീതിയും, സാധാരണ
കൈകൊണ്ട് മാനുവലി ചെയ്യുന്ന ഒരു ബോട്ടിലിൻ്റെ രീതി നമുക്ക് കണ്ട കുറച്ച് നമുക്ക് മനസ്സിലാവും അതിൽ വർക്ക് ചെയ്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരിക്കലും നമ്മളിപ്പോൾ ഈ കാണുന്ന ബോട്ടിൽ ഒരിക്കലും എന്തല്ല, അത് ഒരു മെഷീനറീസ് വെച്ചുകൊണ്ട് പ്രവർത്തിപ്പിച്ച അല്ലെങ്കിൽ ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു സംഭവമല്ല. ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തോട്ട് വന്ന്, നിങ്ങൾക്കൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി വന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു ഡ്രിങ്ക് ഇറക്കാം, ഇത് ചൂടിന് ആളുകൾക്ക് കുടിക്കാൻ നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു ഡ്രിങ്ക്, അല്ലെങ്കിൽ ചൂടിനാണെങ്കിലും തണുപ്പിനാണെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് ആളുകൾക്ക് കുടിക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് ആണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയും ഒരു ഡ്രിങ്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വിപണിയിൽ ഇറക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മെഷീൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് അത് തുടങ്ങാൻ കഴിയും. അതെങ്ങനെയാണ് എന്നല്ലേ. അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രിങ്ക്, മനസ്സിലായില്ല, അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എന്താണ് നിങ്ങൾ ഇറക്കാൻ പോകുന്നത്, എന്ത് ഡ്രിങ്കാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിലിപ്പോൾ കാണുന്നത് ഒരു നാടൻ തൈര് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നാടൻ തൈരാണ്. ഓക്കെ, അതിന് പേരിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അതുപോലെ നാടനായിട്ടോ ഫോറിനായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇറക്കാം. പക്ഷെ അതിന് വേണ്ടത് നിങ്ങൾക്ക് അതിന് വേണ്ട ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് വെറും നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ബോട്ടിൽസ് ഒക്കെ അടിക്കുന്ന കടകളുണ്ടാവും. ഇതുപോലത്തെ ബോട്ടിൽസ് നമ്മളിപ്പോൾ ജ്യൂസിൻ്റെതാണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും ഇതുപോലത്തെ ഒക്കെ ബോട്ടിൽസ് അടിക്കുന്ന ആളുകളെ സമീപിക്കുക. അങ്ങനത്തെ കമ്പനികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽസ് നമുക്ക് ചിലപ്പോൾ നമ്മളെ ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽസ് അടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബോട്ടിൽസ് മേടിക്കുക. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരൊറ്റ അളവിലുള്ള ബോട്ടിൽസ് മേടിക്കുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അളവുകളിൽ മേടിക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഒരൊറ്റ അളവിലാണ്. അപ്പോൾ അതുപോലെ 100 ml അല്ലെങ്കിൽ 200 ml ആയിട്ടുള്ള, 100 ഒരു 200 ml 250 ml ഒക്കെ ബോട്ടിൽസ് മേടിക്കാം. എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പും നമുക്ക് മേടിക്കാൻ കിട്ടും റെഡിമെയ്ഡ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് നോർമലി ഇത് ഒരു മെഷീനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഇട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യാറ്. ആ സംഭവം നമുക്ക് മാനുവലി ചെയ്യാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെഷീൻ്റെ സഹായമില്ലാതെ, നമുക്കൊരു മെഷീൻ, ഒരു ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക്കോ പോലത്തെ ഒരു മെഷീൻ നമ്മൾ 50,000 അല്ലെങ്കിൽ 1,00,000 കൊടുത്ത് മെഷീൻ വാങ്ങാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് മാനുവലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കിത് ഫില്ല് ചെയ്യാൻ കഴിയും. എങ്ങനെ ചെയ്യാൻ കഴിയും? നമ്മൾ ഈ ജ്യൂസ് ഇതുപോലെ ബോട്ടിൽ മേടിക്കുക. ബോട്ടിൽസ് കുറച്ച് നമ്മൾ ബൾക്കായിട്ട് എടുക്കേണ്ടി വരും. നമ്മളൊരു 1000, 2000, 10,000 ചിലപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ബോട്ടിൽസ് എടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുമ്പോൾ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ബോട്ടിൽസ് കിട്ടും. അതുപോലെ തന്നെ ആ ക്യാപ്പും മേടിക്കുക. അപ്പോൾ ബോട്ടിലിൻ്റെ ഡിസൈനും ബോട്ടിലെ കളറും അതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അത് നമ്മൾക്ക് ഒരു അട്രാക്ഷൻ, കസ്റ്റമേഴ്സിന് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുക ആ രീതിയിലുള്ള ബോട്ടിൽസ് ആയിരിക്കണം, ക്യാപ്പ് ആയിരിക്കണം, സ്റ്റിക്കറുകളായിരിക്കണം. അപ്പോൾ ആ ബോട്ടിൽസ് മേടിക്കുക. നോർമലി ഈ ക്യാപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി അതിനെ മാനുവലി കൈകൊണ്ട് തന്നെ ലോക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു മെഷീൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അത് എന്ത് ഡ്രിങ്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഒരു ഐഡിയ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഇതുപോലെയുള്ള എന്തെങ്കിലും നിങ്ങൾക്കൊരു തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോട്ടിൽസ് മേടിക്കുക, ക്യാപ്പ് മേടിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബോട്ടിൽ മേലേക്ക് ഒരു സ്റ്റിക്കർ കണ്ടെത്തണം. ആ സ്റ്റിക്കർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സംരംഭത്തിന് നമ്മളൊരു പേര് കണ്ടെത്തണം. ആ പേരിൽ നമ്മളൊരു രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ഡ്രിങ്കാണ്, അപ്പോൾ അതിന് FSI കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ നമ്മൾ പ്രിന്റ് ചെയ്യുക. ഇതൊക്കെ ചെറിയ പൈസക്ക് നടക്കുന്ന സംഭവങ്ങളാണ്. പ്രിന്റ് ചെയ്യുക, അതും നമുക്ക് കൈകൊണ്ട് ഒട്ടിക്കാം. അത് നിങ്ങൾ ഈ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്നത് ആംഗിൾ മാറിക്കൊണ്ടാണ്. കാരണം ഒരു മെഷീനാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും.
പക്ഷെ ഇതൊരു മാനുവൽ ആയതുകൊണ്ടാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് അങ്ങോട്ടും കൊണ്ടൊക്കെ തെറ്റിയിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി 100% ഈ ഒരു ജ്യൂസ് പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ വെച്ച് കൈകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇതേ രീതിയിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിൽ ഒരു കണ്ടന്റ്, ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള ടേസ്റ്റ് റെസിപ്പി ഉൾപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ കുതിച്ച് കയറാൻ കഴിയും. അപ്പോൾ കുറച്ച് ബോട്ടിൽസ് മേടിക്കുക, ക്യാപ്പ് മേടിക്കുക, സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക, സ്റ്റിക്കർ അടിക്കുക, നേരെ കൈകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുക, ക്യാപ്പ് കൈകൊണ്ട് സെറ്റ് ചെയ്യുക, നേരെ ബോക്സിലാക്കുക, കാർട്ടൂൺ ബോക്സിലാക്കുക, മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പോൾ ഈ ഒരു ജ്യൂസ് ബോട്ടിൽ ഇപ്പം ഇതിൽ കണ്ട് നാടൻ തൈര്, ഈ നാടൻ തൈര് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു കുടിൽ വ്യവസായമാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം നിങ്ങൾക്കും തുടങ്ങാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ എന്താണ് തുടങ്ങേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു ആശയം, ഈ ഒരു ഐഡിയ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്ക്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന, സ്വപ്നം കാണുന്നതിലപ്പുറത്തേക്കും നിങ്ങൾ വളരാൻ സാധ്യത ഉണ്ട് ഈ ഒരു ബിസിനസ്സിന്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.